നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ഭാവമാറ്റങ്ങൾക്ക് വഴി തുറന്നുകൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജിന് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ പേര് നൽകാൻ ആരോഗ്യവകുപ്പ് ഔദ്യോഗികമായി ഉത്തരവിട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ തന്നെ ആശുപത്രിയും സംയോജിപ്പിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള സൗകര്യങ്ങളോടെയാണ് ഈ പുതിയ മെഡിക്കൽ സ്ഥാപനം യാഥാർത്ഥ്യമാകുന്നത്. വരും മാസങ്ങളിൽ തന്നെ ആശുപത്രിയുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന വി.എസ്. ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച ഈ പദ്ധതിക്ക് ഇപ്പോഴത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയൊരു വേഗത കൈവന്നിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ഐസൻഷ്യലിറ്റി സർട്ടിഫിക്കറ്റ് ഓഫ് അണ്ടർടേക്കിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാനായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ കെ.വി. വിശ്വനാഥൻ വകുപ്പിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. ഒരു പുതിയ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പേര് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ ഒരു സാങ്കേതിക വശം കൂടി പരിഗണിച്ചാണ് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന നാമകരണം അടിയന്തരമായിട്ട് പൂർത്തിയാക്കിയത്. ആരോഗ്യ ദേവസ്വം വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി കെ മുരളീധരൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ ഒരു നീക്കം കേവലം ഒരു വികസന പ്രവർത്തനം എന്നതിലുപരിയായിട്ട് കേരള രാഷ്ട്രീയത്തിൽ കൃത്യമായ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടി ഉജ്ജ്വല വിജയം കൈവരിച്ച മുരളീധരന് പാർട്ടി നൽകിയ വലിയ അംഗീകാരമായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും സുപ്രധാനമായ 2 ഭരണവകുപ്പുകൾ. ഭരണരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന അദ്ദേഹം തൻ്റെ പിതാവ് കൂടിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയുടെ ഓർമ്മകളെ തലസ്ഥാന നഗരിയിൽ ശാശ്വതമായിട്ട് നിലനിർത്താനാണ് ഈ പദ്ധതിയിലൂടെ ശ്രമിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയെയും പോലെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കളുടെ സംഭാവനകളെ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൂടെയും അതോടൊപ്പം തന്നെ സ്മാരകങ്ങളിലൂടെയും ഒക്കെ തന്നെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കേരളത്തിൽ കെ കരുണാകരൻ്റെ പേര് ജനമനസ്സുകളിൽ നിലനിർത്താനായിട്ട് ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കരുണാകരൻ വഹിച്ച പങ്കിനെ പാർട്ടി ഭരണത്തിലൂടെ തന്നെ ഇവിടെ ആദരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കുടുംബ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ പുതിയൊരു അധികാര സമവാക്യത്തിന് അടിവരയിടുകയാണ്. ഈ ഭരണപരമായിട്ടുള്ള തീരുമാനം കെ കരുണാകരൻ്റെ മകളും മുതിർന്ന നേതാവുമായിട്ടുള്ള പത്മജ വേണുഗോപാലിന് രാഷ്ട്രീയമായി കനത്ത തിരിച്ചടിയാണ് സമ്മാനിച്ചിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കോൺഗ്രസ് പാർട്ടി തൻ്റെ പിതാവിനെ ഒടുവിലത്തെ കാലത്ത് ക്രൂരമായി വേട്ടയാടുകയും അവഗണിക്കുകയും ചെയ്തുവെന്ന് പത്മജ നിരന്തരം ആരോപിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് അതേ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കരുണാകരൻ്റെ പേരിൽ വലിയൊരു സർക്കാർ സ്മാരകം ഉയർത്തുന്നത്. സ്വന്തം പിതാവിൻ്റെയും സഹോദരൻ്റെയും രാഷ്ട്രീയ തട്ടകമായിരുന്ന കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് പത്മജ BJP പാളയത്തിലേക്ക് ചേക്കേറിയത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരുന്നു. എന്നാൽ കോൺഗ്രസ് പാർട്ടി കരുണാകരനെ മറന്നിട്ടില്ലെന്നും അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം പാർട്ടിക്കുള്ളിൽ തന്നെ സുരക്ഷിതമാണെന്നും തെളിയിക്കുന്നതാണ് ഈ മെഡിക്കൽ കോളേജ് പ്രഖ്യാപനം. താൻ ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങളുടെ മൂർച്ച കുറയ്ക്കുന്ന രീതിയിൽ സ്വന്തം സഹോദരൻ തന്നെ ഇത്തരമൊരു നീക്കവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് പത്മജയ്ക്ക് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് അതിൽ വലിയ ഇടിവാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് പൊതുവെയുള്ള സംസാരം. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തന്നെ വ്യക്തിപരമായി ആരും അധിക്ഷേപിക്കരുതെന്നും വെറുക്കരുതെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വന്ന അവർ പിന്നീട് പൊതുവേദികളിൽ നിന്നും വലിയ തോതിൽ ഉൾവലിഞ്ഞിരുന്നു. വലിയ പ്രതീക്ഷകളോടെയാണ് അവർ BJPയിൽ ചേർന്നതെങ്കിലും പാർട്ടിയിൽ അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ശക്തമാണ്. BJPയിലെ ആഭ്യന്തര തർക്കങ്ങളും ഫണ്ട് വിവാദങ്ങളും മറ്റ് രാഷ്ട്രീയ നീക്കങ്ങളും കാരണം പത്മജയെ പോലൊരു നേതാവിനെ കൃത്യമായിട്ട് പാർട്ടി വേദികളിൽ ഉപയോഗപ്പെടുത്താൻ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ജോർജ് കുര്യൻ്റെ ഒഴിവിലേക്ക് BJPയുടെ ടിക്കറ്റിൽ പാർലമെന്റിലേക്ക് എത്താമെന്ന പത്മജയുടെ മോഹങ്ങൾക്ക് മേൽ BJP നേതൃത്വം നേരത്തെ തന്നെ കരിനിഴൽ വീഴ്ത്തിയിരുന്നു. ഇതിനെയെല്ലാം അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് വിട്ടുപോയ പത്മജയ്ക്ക് രാഷ്ട്രീയ തിരിച്ചടിയും അതേസമയം തന്നെ കോൺഗ്രസിന് കരുത്തുറ്റ രാഷ്ട്രീയ പ്രതിരോധവും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ മുരളീധരനെ വട്ടിയൂർക്കാവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അദ്ദേഹത്തെ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തോൽപ്പിക്കുമെന്ന തരത്തിലുള്ള കടുത്ത പ്രസ്താവനകളുമായിട്ട് പത്മജ രംഗത്തെത്തിയിരുന്നു. കുടുംബത്തിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയ വിയോജിപ്പുകളും ഒക്കെ തന്നെ പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ മുരളീധരനെയും പ്രതിരോധത്തിലാക്കാനായിട്ട് അവർ പല വഴിക്ക് ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. അനിയന്ത്രിതമായിട്ടുള്ള ഇത്തരം പ്രസ്താവനകളെയും സഹതാപ നാടകങ്ങളെയും വളരെ നിസ്സാരമായിട്ടാണ് മുരളീധരൻ അക്കാലത്ത് കൈകാര്യം ചെയ്തത് തന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ആരും വരേണ്ടതില്ലെന്നും സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുന്നതാണ് എല്ലാവർക്കും നല്ലതെന്നുമുള്ള കർശനമായിട്ടുള്ളൊരു നിലപാടാണ് മുരളീധരൻ പത്മജയ്ക്ക് നേരെ സ്വീകരിച്ചത്. രാഷ്ട്രീയ പ്രതിസന്ധികളെ മറികടന്ന് മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറുകയും പിന്നീട് മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ അത് കൈയാളുകയും ചെയ്തതോടെ പത്മജയുടെ എല്ലാ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളും പാളിപ്പോവുകയായിരുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേക്കേറിയ പത്മജയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളെ പൂർണ്ണമായിട്ടും നിഷ്പ്രഭമാക്കുന്നതാണ് തിരുവനന്തപുരത്തെ കെ കരുണാകരൻ്റെ പേരിൽ ഉയരുന്ന പുതിയ മെഡിക്കൽ കോളേജ്. അച്ഛൻ്റെ പേര് രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി മാത്രം ഉപയോഗിക്കുന്നുവെന്ന വിമർശനം
പത്മജയ്ക്ക് നേരെ ഉയരുമ്പോൾ മുരളീധരൻ ഭരണപരമായിട്ടുള്ള നേട്ടങ്ങളിലൂടെ പിതാവിൻ്റെ സ്മരണ നിലനിർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടിയുമായി പിണങ്ങിപ്പോയ പത്മജയ്ക്ക് നിലവിലെ സാഹചര്യത്തിൽ BJP-യിൽ നിന്നും വിചാരിച്ചിത്ര സ്വാധീനം ഉറപ്പിക്കാനായിട്ട് കഴിയാത്തതും അതേസമയം തന്നെ മുരളീധരൻ അധികാരത്തിൻ്റെ ഉന്നതിയിൽ ഇവിടെ തിളങ്ങി നിൽക്കുന്നതുമൊക്കെ തന്നെ അവർക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഇവിടെ സമ്മാനിച്ചിരിക്കുന്നത്. ഭൂതകാലത്തെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കോൺഗ്രസ് വിടാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ഓർത്ത് വിലപിക്കാനേ ഇനി പത്മജയ്ക്ക് സാധിക്കൂ എന്ന തരത്തിലുള്ള കടുത്ത രാഷ്ട്രീയ ചർച്ചകൾക്കാണ് ഈ പുതിയ സർക്കാർ ഉത്തരവ് ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുന്നത്.